ഹായ് ഹലോ, ഇന്ന് നമുക്കൊരു ഈസി ടേസ്റ്റി ഹെൽത്തി റെസിപ്പി ട്രൈ ചെയ്യാം. നെല്ലിക്ക ചോറ്. നമുക്കറിയാം നെല്ലിക്ക നമ്മുടെ ഹെൽത്തിന് വളരെ നല്ലതാണ്. അതുകൊണ്ട് തന്നെ ദിവസം ഒരു നെല്ലിക്ക നമ്മളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും നല്ലതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെ നമ്മുടെ നെല്ലിക്ക ചോറ് ചെയ്തെടുക്കാം. നമ്മുടെ നെല്ലിക്ക ചോറിന് വേണ്ടിയിട്ട് ഞാനിവിടെ 5 നെല്ലിക്ക ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഗ്രേറ്ററിൽ നല്ലപോലെ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. പ്രത്യേകം ഓർക്കാനുള്ളത്, നെല്ലിക്ക എടുക്കുമ്പോൾ നല്ല ഫ്രഷ് നെല്ലിക്ക എടുക്കണം, അല്ലെങ്കിൽ കയ്പ്പ് കൂടുതലായിരിക്കും. ഇപ്പോൾ വാടിയതും പൊട്ടിയതും അങ്ങനത്തേതൊന്നും എടുക്കരുത്. നല്ല ഫ്രഷ് ആയിട്ടുള്ള നെല്ലിക്ക തന്നെ എടുക്കാൻ ശ്രദ്ധിക്കണം. അപ്പോൾ നമ്മുടെ നെല്ലിക്ക ചോറ് പ്രിപ്പയർ ചെയ്യാൻ ഞാനിവിടെ പാൻ ചൂടാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് തന്നെ വേണമെന്നില്ല, നിങ്ങൾക്ക് താല്പര്യമുള്ള ഒലിവ് ഓയിലാണെങ്കിലും വെജിറ്റബിൾ ഓയിലാണെങ്കിലും എന്താണെങ്കിലും കുഴപ്പമില്ല, നമുക്ക് ചേർക്കാം. ഇതൊന്ന് ചൂടാകുമ്പോഴത്തേക്കിനും നമുക്കിതിലേക്ക് ഒരു ലേശം കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് ഒരല്പം ഉഴുന്ന് ചേർത്ത് കൊടുക്കാം. ഉഴുന്നും ഹെൽത്തിന് വളരെ നല്ലതാണ്. അതും ഒന്ന് പൊട്ടണം. ചെറുതായിട്ടൊന്ന് പൊട്ടി തുടങ്ങുമ്പോഴത്തേക്കിനും നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസും കൂടെ ചേർക്കാം. നമുക്കറിയാം, ഈ നെല്ലിക്ക കഴിക്കുന്നത് കൊണ്ട് ജരാനരകളൊന്നും ബാധിക്കാറില്ല എന്നാണ് പഴമക്കാർ പറയാറ്. അതുകൊണ്ട് തന്നെ നമ്മളെപ്പോഴും കഴിക്കാൻ ശ്രദ്ധിക്കുക നെല്ലിക്ക. നമ്മളത് ഏത് ഫോമിലാണെങ്കിലും, ജ്യൂസ് ആക്കിയാണെങ്കിലോ അല്ലെങ്കിൽ അത് നമ്മൾ ബോയിൽ ചെയ്തിട്ട് അങ്ങനെ ജ്യൂസാക്കി കുടിക്കാം. അച്ചാറാക്കിയോ ചമ്മന്തി ആക്കിയോ എങ്ങനെയാണെങ്കിലും നെല്ലിക്ക നമുക്ക് ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഉലുവ ആയി കഴിയുമ്പോഴത്തേക്കിനും നമുക്കതിലേക്ക് ഒരല്പം കാഷ്നട്ടും കിസ്മിസും കൂടെ ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്യാം. നമുക്ക് പൊട്ടുകടല ചേർക്കണമെങ്കിൽ നിലക്കടല ചേർക്കാം, ഓരോരുത്തരുടെ ഇഷ്ടമാണ്. എല്ലാം ഹെൽത്തിന് വളരെ നല്ലതായതുകൊണ്ട് തന്നെ നമുക്കിതിനകത്ത് എന്ത് വേണമെങ്കിലും ആഡ് ചെയ്യാം. ഞാനിവിടെ കാഷ്നട്ടും കിസ്മിസുമാണ് ചേർത്തിരിക്കുന്നത്. നമ്മുടെ കാഷ്നട്ട്സും റൈസിൻസും റോസ്റ്റ് ആയിട്ടുണ്ട്. അതിലേക്ക് ഇതുപോലെ നല്ല റോസ്റ്റായി കിട്ടുന്നതാണ് നല്ലത്. അതിലേക്ക് നമുക്ക് കറിവേപ്പില ചേർക്കാം. ഒരല്പം പച്ചമുളക്. ഇതൊരു പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതാണ്. ഒരു മീഡിയം സവോള ചെറുതായിട്ട് അരിഞ്ഞത്. ചെറുതായിട്ട് വഴണ്ട് വരുമ്പോഴത്തേക്കിനും അതിലേക്ക് ഞാനൊരു 2 സ്ട്രാൻഡ് ജാതിപത്രിയും കൂടി ഇടുകയാണ്. അല്പം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നമുക്കിതൊന്ന് വഴട്ടാം. നമുക്ക് ചോറിനും കൂടെ കണക്കാക്കി ഉപ്പ് നമുക്ക് ചേർക്കാം. ഇതിലേക്ക് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നെല്ലിക്ക ചേർക്കാം. ഞാൻ പറഞ്ഞു 5 നെല്ലിക്കയാണ്. അത് നല്ലപോലെ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. നല്ലപോലെ ഇളക്കി ഒരു 3-4 മിനിറ്റ് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. ആ നെല്ലിക്ക ഒന്ന് വേവുന്നിടം വരെ നമുക്കൊന്ന് വേവിക്കണം. നമ്മുടെ നെല്ലിക്കയൊക്കെ നല്ലപോലെ വെന്തിട്ടുണ്ട്. നമുക്കതിലേക്ക് ചോറ് ചേർക്കാം. ഇത് ഒരു 3 കപ്പ് ചോറാണ്. ബസ്മതി റൈസിൻ്റെ ചോറ് ചേർക്കുകയാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത്, നമ്മളിങ്ങനത്തെ റൈസൊക്കെ പ്രിപ്പയർ ചെയ്യുമ്പം ഒന്ന് തണുത്ത ചോറ് യൂസ് ചെയ്യുവാണെങ്കിൽ കുഴഞ്ഞു പോകാതിരിക്കും. നമ്മളതുകൊണ്ട് വേവിച്ചിട്ട് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷം മാത്രം യൂസ് ചെയ്യുക. അപ്പോൾ ഒത്തിരി കുഴഞ്ഞു പോകാതിരിക്കും. ഫ്രൈഡ് റൈസ് ആണെങ്കിലും ഇങ്ങനത്തെ റൈസുകൾ ഉണ്ടാക്കുമ്പോൾ നമ്മളെപ്പോഴും അത് ശ്രദ്ധിക്കണം. നല്ലപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാ ചോറും നല്ല മഞ്ഞളിനകത്ത് പെരണ്ട് നല്ല മഞ്ഞ കളറിൽ എല്ലായിടത്തോട്ടും നമ്മുടെ നെല്ലിക്കയും എത്തുന്ന വിധത്തിൽ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ നെയ്യും കൂടെ ചേർക്കാം. അവസാനം ആ നെയ്യ് ചേർക്കുമ്പം നെയ്യുടെ ഒരു മണം അവിടെ നല്ലപോലെ നമുക്ക് കഴിക്കാൻ നേരത്ത് വരും.
ഒരല്പം തേങ്ങയും, ഒരു ടേബിൾ സ്പൂൺ തേങ്ങ ചിരകിയതാണ്. അതും കൂടെ ചേർത്ത് നമുക്കൊന്ന് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. സമയത്ത് ഉപ്പൊക്കെ നോക്കാം കറക്റ്റാണോ എന്ന്, അല്ലെങ്കിൽ ഇത്രയും കൂടെ ഉപ്പ് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇത്രേ ഉള്ളൂ നമ്മുടെ നെല്ലിക്ക ചോറ് റെഡി. ഇനിയാണ് എൻ്റെ ഫേവറേറ്റ് ടൈം, ടേസ്റ്റ് ടൈം. ഞാനൊന്ന് അല്പം പുളിയും നല്ല മധുരവും, ആ ക്രിസ്മസിൻ്റെ ഒരു മധുരമൊക്കെ വരുന്നുണ്ട്. പുളിയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ആ ഉഴുന്ന് കടിക്കുന്നത് ഭയങ്കര നല്ലതാണ്. ഒരല്പം അച്ചാറും കൂടെ ഉണ്ടെങ്കിൽ സൂപ്പർ സാധനമാണ്. നമുക്ക് ലഞ്ചിനൊക്കെ പ്രത്യേകം ലഞ്ച് ബോക്സിന് പറ്റിയ ഒരു ഐഡിയ ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഹെൽത്തിയാണ്, ഈസിയാണ്, ടേസ്റ്റിയുമാണ്. സോ സ്റ്റേ ട്യൂൺ ഫോർ മോർ വീഡിയോസ്.